everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ചില റീസൺസ് ഉണ്ടായിരിക്കും. ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും മോശമായ രീതിയിൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് പരസ്പരം വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതിന് തക്കതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും. ഒരു പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കാം. പക്ഷെ ആ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ഇല്ലാണ്ടാവുന്നത് അത്ര നാളും അത്രയധികം വിശ്വസിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഒരു റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് നഷ്ടപ്പെടാൻ കാരണമാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ കള്ളം പറയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ചെറിയ ചെറിയ രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. പക്ഷെ ഈ ചെറിയ ചെറിയ കള്ളങ്ങളാണ് പിന്നീട് വലിയൊരു കള്ളം പറയാൻ ഉള്ള ഒരു പ്രചോദനം എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലേക്ക് നമ്മളെ മാറ്റുന്നത്. സോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കള്ളം പറയുന്നത് എപ്പോഴും ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പാർട്ട്ണർ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടായിരിക്കും അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം കള്ളം പറഞ്ഞല്ലോ. സോ ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ കള്ളം പറയുന്നുണ്ടെങ്കിൽ അതാണ് പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള വിശ്വാസം പോകുന്നതിന്റെ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പെരുമാറുന്നത്. അതായത് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ പെരുമാറുക. ഇത് പല രീതിയിൽ വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ മാത്രം വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പൊ 2 ദിവസം നല്ല സ്നേഹമാണെങ്കിൽ പിന്നീട് 2 ദിവസം നല്ല ദേഷ്യത്തിലായിരിക്കും, ഒരു ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. അതായത് അത്ര കമ്മിറ്റഡ് ഒന്നും അല്ല, അല്ലെങ്കിൽ അത്ര സ്നേഹമൊന്നും അല്ല, അങ്ങനെ ഒരു രീതിയിലായിരിക്കും. സോ ഇതിൽ ഏതാണ് ഈ വ്യക്തി എന്നുള്ളത് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇനി വേറൊരു രീതിയിൽ ഒരുപാട് നല്ല നല്ല വേർഡ്സ് പറയാ, സ്നേഹത്തോടെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ പ്രവൃത്തികളെല്ലാം ഡിഫറെന്റ് ആയി മാറുക. അതായത് പറഞ്ഞ ഒരു കാര്യവും അല്ല അവർ ചെയ്യുന്നത്. ഇങ്ങനെ ആവുമ്പോഴും ഒരു സ്ഥിരത ഉണ്ടായിരിക്കില്ല. സോ സ്ഥിരതയില്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ അല്ലെങ്കിൽ ട്രസ്റ്റ് പോകുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. നെക്സ്റ്റ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾക്കിടയിൽ നടന്ന ഒരു കാര്യം, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം, അത് നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞ് അത് ലീക്ക് ആവുന്നൊരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടും. കാരണം നിങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ പുറത്താരും പറയില്ല, ആരോടും പറയില്ല, ആരോടും ഷെയർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും ഉറപ്പുള്ള ഒരു കാര്യം മറ്റാരോടെങ്കിലും പറഞ്ഞ് അത് നിങ്ങളുടെ പാർട്ട്ണർ അറിയാൻ ഇടയായാൽ തീർച്ചയായിട്ടും അവിടെ ട്രസ്റ്റ് നഷ്ടപ്പെടും. ആൻഡ് അതേപോലെ തന്നെ ഇമോഷണലി ആൻഡ് ഫിസിക്കലി ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. നെക്സ്റ്റ് ഒരു കാര്യമാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് വളരെ വൾണറബിൾ ആയിട്ട് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്തു. അവര് അത്രയും ഓപ്പൺ ആയിട്ട്, ഒരു പക്ഷെ അതൊരു സീക്രട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നേരിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, ഒരു ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുള്ള ഒരു ഫിയർ ആയിരിക്കാം. ഇങ്ങനെ വളരെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഒരവസരത്തിൽ ഒരു ആർഗ്യുമെന്റ് ജയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു ജയിക്കുന്നതിന് വേണ്ടി അവർ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യം ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്ത് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അവരോട് തന്നെ പറയുകയോ അല്ലെങ്കിൽ യൂസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോടുള്ള ട്രസ്റ്റ് പോവാൻ കാരണമാകുന്ന ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് ആ ഒരു കാര്യം അവർക്കെതിരെ തന്നെ ഉപയോഗിക്കില്ല എന്നുള്ളൊരു ഉറപ്പോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരവസരത്തിൽ ഇങ്ങനെ അതൊരു വെപ്പണായിട്ട്, അവരുടെ ആ ഒരു വൾണറബിലിറ്റി നിങ്ങളൊരു വെപ്പണായി യൂസ് ചെയ്ത് അവരെ തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സിറ്റുവേഷനിൽ ജയിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രസ്റ്റ് പോവാൻ കാരണമാകുന്ന ഒരു കാര്യമാണിത്. ആൻഡ് ഫൈനലി എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കില്ല. ഒരു സോറി ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നിടത്താണ് ശരിക്കും നമ്മുടെ ഭാഗത്തുനിന്നും വരുന്ന ഒരു മിസ്റ്റേക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് മാറാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം
നമ്മുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, അതല്ലെങ്കിൽ ആ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. പക്ഷെ ജസ്റ്റ് ഐ എം സോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സോറിയുടെ എണ്ണം മാത്രം കൂടുന്നു, പക്ഷെ ആ ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ആ ഒരു മെസ്സേജ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ജസ്റ്റ് സോറി മാത്രം പറഞ്ഞ് അതേ മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ അതേ ബിഹേവിയർ തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങളോടുള്ള ട്രസ്റ്റ് പോവാൻ കാരണമാകും. ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പാർട്ട്ണറെ അത്രയധികം വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു വിശ്വാസത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോട്ടം തട്ടുന്ന സമയത്ത് അത് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ടുള്ള യാത്രയിൽ പല രീതിയിലായിരിക്കും ബാധിക്കുക. സോ ട്രസ്റ്റ് പോവാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണമാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്